ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ശ്രീസ് വേൾഡ്. ഞാൻ ഇന്നിവിടെ ഒരു ചീരത്തോരനാണ് കാണിക്കുന്നത്. സാധാരണ ഇലക്കറികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയില, ചീരയില ഇതൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് വളരെ മടിയായിരിക്കും. അപ്പം നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ചീരത്തോരനാണിത്. ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് പച്ച കളറ് ചീരയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇത് ഇല്ലാതെയും ഉണ്ടാക്കാം. തേങ്ങയുടെ ഇല്ലാതെയും ഉണ്ടാക്കാം. ഞാനിത് രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു കഷ്ണം സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മുട്ട കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. രണ്ട് തരത്തിലാണ് ഞാൻ ഇതൊന്ന് ഇവിടെ കാണിക്കുന്നത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചീരയോ മുരിങ്ങയിലയോ പാലക്കോ എന്താണെങ്കിലും ശരി, അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഇളക്കി കൂട്ടുക. ചീര ആയതുകൊണ്ട് പാത്രം നിറച്ചുണ്ടാവും അടുപ്പത്ത് വെക്കുമ്പോൾ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ഇലക്കറികളെല്ലാം അങ്ങനെ തന്നെയാണ്. ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും ഉണ്ടാവും അതിൻ്റെ ക്വാണ്ടിറ്റി. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പോൾ തന്നെ ചേർക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇലക്കറികൾ എപ്പോഴും ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ തേങ്ങാക്കൂട്ട് റെഡിയാക്കി എടുക്കാം. തേങ്ങ, കറിവേപ്പില, പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളി ആകുമ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ നമ്മുടെ തോരനൊരു വെളുത്തുള്ളി ടേസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് ചെറിയൊരു വെളുത്തുള്ളി എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്താലും മതി. പിന്നെ പച്ചമുളകും ചേർത്തിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കണം. അധികം അരഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ചതച്ച് ഒതുക്കിയെടുക്കുക. ഇത് ഉപ്പേരിയിൽ ചേർത്തിട്ട് അങ്ങനെയും ഒരു തോരനാക്കി എടുക്കാം. ഇത്രയും പ്രോസസ്സോട് തന്നെ ഒരു തോരനാക്കിയിട്ട് എടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.
നമ്മളെ ചീരത്തോരൻ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ടേസ്റ്റുള്ള ഒരു തോരനായിട്ട് നമുക്കെടുക്കാൻ പറ്റും. ഇതിലേക്ക് സാധാരണ തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിലും നമുക്കൊരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാം, തേങ്ങ ഇല്ലാതെ തന്നെ. പക്ഷെ ഞാനിതിൽ രണ്ടും ചെയ്ത് കാണിക്കുന്നുണ്ട് ഒരേ ഇതിൽ തന്നെ. ഈ ഒരു പ്രോസസ്സോട് കൂടെ ഇതും ഒരു തോരനാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ കൂട്ടി മിക്സ് ചെയ്തെടുക്കാം. ഇനി തേങ്ങ ഇല്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തേങ്ങ ഇല്ലാതെ തന്നെ നമുക്ക് ചീര ഉപ്പേരി വെന്ത് കഴിഞ്ഞതിന് ശേഷം, തോരൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം, ഞങ്ങൾ ഉപ്പേരി എന്നാട്ടോ പറയുക, എല്ലാവരും ഉപ്പേരി എന്നാണോ പറയുകയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ തോരനും ഒക്കെ ഉപ്പേരി എന്ന് തന്നെയാണ് പറയാറ്. അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പേരി വരുന്നത്. ചില ആൾക്കാർ അതിന് തോരൻ എന്നും പറയും. അതിലേക്ക് മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് തോരൻ നടുവിൽ കുറച്ചൊരു സ്ഥലം ഉണ്ടാക്കി അതിൽ ഒഴിച്ചു കൊടുക്കുക, മുട്ട ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി തോരനും കൂട്ടി മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ആ മുട്ടയുടെയൊക്കെ ടേസ്റ്റും ചീരയുടെയും ഒക്കെ കൂടെ ടേസ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും വളരെ ഇഷ്ടമായിരിക്കും, നല്ലതുമാണ്. ഇനി നമുക്ക് തോരനിലിടാൻ തേങ്ങ ഇല്ല എന്നാണെങ്കിൽ നമുക്കിങ്ങനെ മുട്ട മാത്രം ചേർത്തിട്ടും ഉണ്ടാക്കാം. ഇനി നിങ്ങൾ ഇലക്കറികൾ തോരൻ വയ്ക്കുമ്പം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. നന്നായിട്ട് ഇളക്കി അതൊരു ഡ്രൈ ആയിട്ട് ആവുന്ന വരെ അങ്ങോട്ട് ഇളക്കിയെടുക്കുക. മുട്ടയിൽ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, തോരനിൽ തന്നെ ഉപ്പുണ്ടാവും. ആ ഉപ്പ് ഇതിൽ മുട്ടയിൽ പിടിച്ചോളും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.